നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം സംഭവിക്കുമ്പോൾ അതിങ്ങനെ പൊട്ടും പൊടിയൊന്നല്ല കിട്ടുക, അത് എമ്പാടും കിട്ടും. അതതിന്റെ ഫുള്ളായിട്ട് തന്നെ കിട്ടുക. അത് വേറെ ആർക്കോ വേണ്ടി കൊടുക്കാൻ വിചാരിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ അറിയാതെ വന്നു പെട്ടതൊന്നുമല്ല, അത് നമ്മൾക്ക് വേണ്ടി അള്ളാഹ് നിശ്ചയിച്ചതാണ്. ഇതാണ് വിധിവിശ്വാസം. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ രോഗമാവട്ടെ, കഷ്ടപ്പാടാകട്ടെ, മറ്റു വല്ലതുമാകട്ടെ, അറിയാതെ എന്റെ ജീവിതത്തിൽ സംഭവിച്ചൊരു കാര്യമല്ലത്, എനിക്ക് വേണ്ടി അള്ളാഹ് നിശ്ചയിച്ചതാണത്. ഇതാണ് അള്ളാഹു പറയുന്നത്. അപ്പോ മക്കളില്ലാത്തതിന്റെ പേരിൽ വിഷമിച്ച ആ സ്ത്രീയുടെ ഒരു വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം. അതെന്താണ്? ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടും പടച്ചോൻ എനിക്ക് ചിലതൊന്നും തന്നില്ലല്ലോ എന്നാണ് പറയുന്നത്. ഞാൻ ഇത്രയധികം ആവശ്യപ്പെട്ടിട്ടും ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ടും ഇത്രമാത്രം ഇബാദത്തുകൾ ചെയ്തിട്ടും നോമ്പുകൾ നോറ്റിട്ടും സുന്നത്ത് നോമ്പുകൾ ആവർത്തിച്ചിട്ടും ഹജ്ജുകൾ ചെയ്തിട്ടും അള്ളാഹ് എന്തുകൊണ്ടാണ് എന്റെ പ്രാർത്ഥന സ്വീകരിക്കാത്തത് എന്നാണ് അവരുടെ ചോദ്യം. നമ്മുടെയൊക്കെ മനസ്സിൽ എപ്പോഴെങ്കിലും വന്നിട്ടുള്ള ഒരു ചെറിയ ചോദ്യമാണിത്. എന്റെ മനസ്സിൽ വന്നാണ്, നിങ്ങളെ മനസ്സിലും വന്നിട്ടുണ്ടാവാം. നമ്മൾ എത്രയൊക്കെ അള്ളാഹിനോട് ഒരു കാര്യം ചോദിച്ചിട്ട് എന്തുകൊണ്ട് തന്നില്ല എന്ന് നമ്മുടെ മനസ്സിലൊക്കെ ഒരു പക്ഷെ ഒരു ആശങ്ക ഉണ്ടാവാം. നിങ്ങൾ നോക്കൂ, നമ്മുടെ കയ്യില് നല്ല മൂർച്ചയുള്ള ഒരു കത്തിയുണ്ട്, നല്ല മൂർച്ചയുള്ള കത്തിയാണ്. ആ കത്തി വേണം വേണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു ചെറിയ കുട്ടി അങ്ങനെ കരയുന്നുണ്ട്, ഉപ്പ കത്തിതാ കത്തിതാ എന്ന് പറഞ്ഞ് കരയുന്നുണ്ട്. നമ്മൾ ആ കുട്ടിക്ക് കൊടുക്കുവോ? കൊടുക്കാത്തത് എന്തുകൊണ്ടാ? കുട്ടിക്കറിയാത്ത ചില കാര്യങ്ങള് അമ്മക്ക് അറിയുന്നുണ്ടാണ്. അതല്ലേ? അത് കിട്ടിയാൽ അപകടമാണെന്ന് കുട്ടിക്ക് അത് വിവേചിച്ചറിയാനുള്ള ബുദ്ധി ഇല്ല, പക്ഷെ അത് കൊടുക്കാതിരിക്കാനുള്ള ബുദ്ധി നമുക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ കത്തി കൊടുക്കുന്നില്ല. നമുക്കറിയാം, കുട്ടിക്ക് അറിയുന്നില്ല. ഇതാണ് അല്ലാഹു പറയുന്നത്, വല്ലാഹു യഅലമു വ അൻതും ലാ തഅലമൂൻ. നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ വേണമെന്ന് പറയുന്നുണ്ട്, പക്ഷെ ഞാൻ തരൂല. അതിന്റെ കാരണം എന്താണ്? നിങ്ങൾക്കറിയാത്ത ചില കാര്യങ്ങൾ എനിക്കറിയാമെന്ന പഠിച്ചു പറയുന്നത്. അസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൻ ലക്കും വഅസാ അൻ തുഹിബ്ബു ശൈഅൻ വഹുവ ശർറുൻ ലക്കും. ചില കാര്യങ്ങൾ നിങ്ങൾ നല്ലതാണെന്ന് വിചാരിക്കുന്നുണ്ട്, പക്ഷെ അത് നല്ലതല്ല, അത് നിങ്ങൾക്ക് ഷർറായിരിക്കും. ചില കാര്യങ്ങൾ നിങ്ങൾ ഷർറാണ് എന്ന് വിചാരിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് അത് അനുഗ്രഹമായും തീർന്നേക്കാം എന്ന് പറഞ്ഞതിന് ശേഷമാണ് അല്ലാഹു പറയുന്നത് വല്ലാഹു യഅലമു വ അൻതും ലാ തഅലമൂൻ. പടച്ചവനാണ് അറിയുന്നത്, നമ്മൾ അറിയാത്തവരാണ് എന്ന് പടച്ചവൻ പറയുന്നുണ്ട്. ആ പ്രയാസങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും ഒക്കെ വരാനിരിക്കുന്ന ഒരു ജീവിതമാണ് നമ്മുടെ ജീവിതം. പക്ഷെ ഇപ്പല്ലായിരിക്കാം, വലിയ മാരകമായ അപകടങ്ങളും പ്രയാസങ്ങളും അല്ലാഹു നമുക്ക് വരുത്താതിരിക്കട്ടെ. നമുക്ക് വേണ്ടപ്പെട്ടവർക്കും കരുണാവാരിധിയായ പടച്ചവനെ നീ അങ്ങനത്തെ ഒന്നും തരാതിരിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും വേണം. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചാൽ എന്ത് വേണം എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ നോക്കൂ, നമ്മൾ ഇവിടെ റോട്ടിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ക്രോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് ഭാഗത്തേക്കൊന്ന് നോക്കും. ആ സൈഡിലേക്ക് നോക്കും, ഈ സൈഡിലേക്കും നോക്കും. രണ്ട് ഭാഗത്തു നിന്നും വാഹനങ്ങളൊന്നും വരുന്നില്ല എങ്കിൽ മാത്രമേ നമ്മൾ ആ റോഡ് ക്രോസ് ചെയ്യുള്ളൂ, അല്ലേ? രണ്ട് ഭാഗത്തു നിന്നും വാഹനങ്ങൾ വരുന്നില്ലേ? വരുന്നുണ്ട്. ഇവിടെ എത്തിയിട്ടില്ല എന്നല്ലേ ഉള്ളൂ, എത്തിയിട്ടില്ല എന്നേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ജീവിതത്തിന്റെ ഒരു ക്രോസ് ലൈനിലാണ്. ഇപ്പൊ നമ്മൾ വളരെ സുഖകരമായി ഈ റോഡ് മുറിച്ചു കിടക്കുന്നു. പക്ഷെ പ്രയാസങ്ങളുടെയും ദുഃഖങ്ങളുടെയും വാഹനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരാനിരിക്കുന്നുണ്ട്, ഇപ്പൊ വന്നിട്ടില്ല എന്നേ ഉള്ളൂ. ആ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ ഇല്ലാതാക്കാനുള്ള ഒരേ ഒരു മാർഗത്തെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതെന്താണ്? ലാ യറുദ്ദുൽ ഖളാഉ ഇല്ലാ ബിദ്ദുആ. ലാ യറുദ്ദുൽ ഖളാ ഇല്ലാ ബിദ്ദുആ. പ്രാർത്ഥന കൊണ്ടല്ലാതെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു വിധിയെ തട്ടിമാറ്റാൻ കഴിയില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹ് തരണം എന്ന് വിചാരിച്ചൊരു കാര്യം നമുക്ക് കിട്ടാതെ പോയിട്ടുണ്ടാവും. ഒരു അപകടം, ഒരു വിഷമം, ഒരു രോഗം. അതെന്തുകൊണ്ടാ? ഒരുപക്ഷെ നമ്മുടെ പ്രാർത്ഥന ഉണ്ടാവാം, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി കരളൊരുകി പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന കൊണ്ടാവാം. നമ്മുടെ ഉമ്മയുടെ, നമ്മുടെ ഉപ്പയുടെ, നമ്മുടെ ഇണയുടെ, നമ്മുടെ മക്കളുടെ പ്രാർത്ഥന കൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ അള്ളാഹു തരണം എന്ന് വിചാരിച്ചൊരു കാര്യം ഇല്ലാതായി പോയിട്ടുണ്ടാവാന്നാണ് ആ ഹദീസിന്റെ അർത്ഥം. അപ്പൊ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും നമ്മൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയണം. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഉദാഹരണം പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. കപ്പൽ ഓട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പിത്താൻ ആ കപ്പൽ ഓട്ടിക്കൊണ്ടിരിക്കുമ്പോ വലിയ കാറ്റും മഴയും കോളും ഒക്കെ വരുന്നുണ്ട്. ആ കാറ്റിനെയും മഴയെയും നിയന്ത്രിക്കാൻ അയാളെ കൊണ്ട് കഴിയൂല. എന്നാൽ എത്ര വലിയ കാറ്റും മഴയും വന്നാലും അയാളുടെ കപ്പലിനെ നിയന്ത്രിക്കാൻ അയാളെ കൊണ്ട് കഴിയില്ലേ? ഇതാണ് അള്ളാഹു നമ്മോട് ആവശ്യപ്പെടുന്നത്.
കാറ്റും കോളും എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന വിധിയാണ്. ആ വിധിയെ നമ്മൾക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. എന്നാൽ ജീവിതത്തിൽ എത്ര വലിയ കാറ്റും മഴയും വന്നാലും ഈ ജീവിതമാകുന്ന കപ്പലിനെ ആടി ഉലയാതെ നിലനിർത്താൻ നമ്മൾക്ക് കഴിയും. എങ്ങനെ കഴിയും? നമ്മുടെ ഈമാൻ കൊണ്ട് നമ്മൾക്ക് കഴിയും. വിധിയിലുള്ള നമ്മുടെ വിശ്വാസം കൊണ്ട് നമ്മൾക്ക് കഴിയും. അപ്പൊ നമ്മൾ പ്രധാനമായും നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു സംഗതി എന്താന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ ചിലതൊന്നും നമുക്ക് കിട്ടൂല. നമ്മൾ എത്ര അതിനു വേണ്ടി അധ്വാനിച്ചാലും പ്രാർത്ഥിച്ചാലും പ്രയാസപ്പെട്ടാലും എത്ര ആഗ്രഹിച്ചാലും ചിലതൊന്നും നമ്മുടെ ജീവിതത്തിൽ അത് നമുക്ക് തരൂല. അപ്പൊ ചിലതൊന്നും എനിക്ക് കിട്ടൂല എന്ന് നമ്മൾ വിശ്വസിക്കണം. അതേസമയം ചിലതൊന്നും എനിക്ക് കിട്ടാതിരിക്കൂല എന്ന് വിശ്വസിക്കണം. ഞാൻ എത്ര ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിലും എത്ര ആഗ്രഹിച്ചിട്ടില്ലെങ്കിലും ചില കാര്യങ്ങളൊക്കെ എന്റെ ജീവിതത്തിൽ തീർച്ചയായിട്ടും കിട്ടും. ഈ രണ്ട് വിശ്വാസമാണ് വിധിയിലുള്ള വിശ്വാസത്തിന്റെ ഒന്നാമത്തെ ഭാഗം. നിങ്ങൾ നോക്കൂ, പ്രതീക്ഷയാണ് ശരിക്കും പടച്ചവനെ കുറിച്ച്. മങ്ങാത്ത ഒരു പ്രതീക്ഷയാണ്, അത് തീരാത്തൊരു പ്രതീക്ഷയാണ്. ഓ ഹെൻറി എന്ന് പറഞ്ഞുള്ള ഒരു ഇംഗ്ലീഷ് നോവലിസ്റ്റിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഓ ഹെൻറിയുടെ ദി ലാസ്റ്റ് ലീഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ കഥയുണ്ട്. മനോഹരമായൊരു കൊച്ചു കഥ. അതിൽ പറയുന്നത്, ന്യൂമോണിയ ബാധിച്ച് കിടക്കുന്ന ഒരു പെൺകുട്ടി. അവൾ കിടക്കുന്ന സമയത്ത് ജനലിന്റെ പുറത്തേക്ക് നോക്കിയാൽ മനോഹരമായൊരു മരമുണ്ട്, വലിയൊരു മരം. ഇവൾക്ക് ന്യൂമോണിയ വല്ലാതെ അധികമായിട്ടുണ്ട്, അവൾ ഇനി അധികകാലം ദിവസങ്ങൾ ജീവിക്കൂല എന്ന് പോലും ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്. ഇവളോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇനി ദിവസങ്ങൾ മാത്രമേ ജീവിക്കാൻ കഴിയുള്ളൂ. ആ മരണത്തെ കാത്തിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അങ്ങനെ അവൾ പുറത്തേക്ക് നോക്കുമ്പോൾ ആ മരത്തിൽ നിന്ന് ശിശിരകാലമായതുകൊണ്ട് ഇലകളെല്ലാം കൊഴിഞ്ഞു വീണിട്ടുണ്ട്. ഇനിയൊരു 5 or 6 ഇലകൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പൊ ആ കുട്ടി വെറുതെ ഇങ്ങനെ ആലോചിക്കുകയാണ്, ഇനി ആ 6ാമത്തെ ഇല കൂടി കൊഴിയുന്നതോടുകൂടി എന്റെ ജീവിതവും അവസാനിക്കും. 6 ദിവസത്തെ ആയുസ് കൂടി എനിക്കുള്ളൂ, അതോടുകൂടി എന്റെ ജീവിതം തീരുന്നവള് വിചാരിക്കുകയാണ്. അങ്ങനെ 2ാമത്തെ ഇല കൊഴിഞ്ഞു, 4ാമത്തെ ഇല കൊഴിഞ്ഞു, 5ാമത്തെ ഇലയും കൊഴിഞ്ഞു. ഇന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുന്ന ഞാൻ നാളെ രാവിലെ എഴുന്നേൽക്കുകയില്ല എന്ന കുട്ടി വെറുതെ വിചാരിക്കുകയും തീരുമാനിക്കുകയാണ്. അങ്ങനെ അവളുടെ അനിയത്തി കുട്ടിയെ വിളിച്ചിട്ട് എല്ലാ കാര്യങ്ങളും പറയണു, അച്ഛനോട് അമ്മയോട് എല്ലാ വിഷയങ്ങളും പറയണു. അവൾക്ക് പറയാനുള്ള ആഗ്രഹങ്ങളും പ്രതീക്ഷകളും എല്ലാം അവരോട് കൈമാറി. അവൾക്ക് എഴുതി വെക്കേണ്ടതെല്ലാം എഴുതി വെച്ച് അങ്ങനെ അവൾ സ്വസ്ഥമായി രാത്രി കിടന്നുറങ്ങുകയാണ്. അവൾ വിചാരിക്കുന്നു, നാളെ ഒരു കാരണവശാലും ഞാൻ എഴുന്നേൽക്കുകയില്ല. അങ്ങനെ കിടന്നുറങ്ങിയ ആ പെൺകുട്ടി രാവിലെ എഴുന്നേറ്റു. രാവിലെ എഴുന്നേറ്റെന്ന് മാത്രമല്ല, പുറത്തേക്ക് നോക്കിയപ്പോ അവൾ കൊഴിയെന്ന് വിചാരിച്ച ഇലക്ക് ഒരു വാട്ടം പോലും ഇല്ല, ഒരു കുഴപ്പമില്ല. ആ ഇല നല്ല പച്ച ഇലയായി തന്നെ അവിടെ അവശേഷിച്ചിട്ടുണ്ട്. മറ്റെല്ലാ ഇലകളും കൊഴിഞ്ഞിട്ട് ഈ ഇല മാത്രം കൊഴിഞ്ഞിട്ടില്ല. അത് എല്ലാ സൗന്ദര്യത്തോടു കൂടിയും അവിടെ അവശേഷിക്കുന്നുണ്ട്. അപ്പോൾ അവൾ വിചാരിച്ചു, ഇന്ന് രാത്രിയോടുകൂടി ഏതായിരുന്നാലും ആ ഇല കൊഴിയും, ഇന്ന് രാത്രിയോടുകൂടി ഉറങ്ങുന്നതോടുകൂടി ഞാൻ എന്റെ ജീവിതം അവസാനിക്കുമെന്ന് വിചാരിച്ചു. അങ്ങനെ അവൾ അന്ന് രാത്രിയും ഉറങ്ങി. പിറ്റേ ദിവസം അവൾ എഴുന്നേറ്റു, ഇലക്കൊരു കുഴപ്പമില്ല. 3ാമത്തെ ദിവസവും 30ാമത്തെ ദിവസവും 300ാമത്തെ ദിവസവും അവൾ അങ്ങനെ ജീവിച്ചു. ഇലകളിൽ വസന്തം വന്നു, മരത്തിൽ വസന്തം വന്നു, മനോഹരമായ ഇലകൾ ധാരാളമായി കിളിർത്തു. അങ്ങനെ ഇലയും ധാരാളമായി ജീവിക്കുന്നു, ഇവളും ധാരാളമായി ജീവിക്കുന്നു. ഓ ഹെൻറി ഈ കഥ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. എങ്ങനെ? സത്യത്തിൽ അവിടെ സംഭവിച്ചത് വേറൊരു കാര്യമാണ്. ഈ കുട്ടിയുടെ അനിയത്തി കുട്ടി അവളുടെ വീടിന്റെ സമീപത്ത് ഒരു ചിത്രകാരൻ താമസിക്കുന്നുണ്ട്. ആ ചിത്രകാരനോട് ചെന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞതാണ്. അങ്ങനെ ആ ചിത്രകാരന് യഥാർത്ഥ ഇല എന്ന് തോന്നിക്കുന്ന ഒരു ഇല അവിടെ വരച്ചിട്ടതാണ്. വരച്ചിട്ടു എന്ന് മാത്രമല്ല, അത് വരക്കാൻ കയറിയ രാത്രി മഞ്ഞുകൊണ്ട് ന്യൂമോണിയ ബാധിച്ച് ആ ചിത്രകാരൻ മരിച്ചു പോവുകയും ചെയ്തു എന്നാണ്. ആ കുട്ടിയെ ജീവിപ്പിച്ചത് എന്താണ്? അതൊരു പ്രതീക്ഷയാണ്. ഈ ഗുണപാഠം പഠിപ്പിക്കാനാണ് ഓ ഹെൻറി ഈ കഥ പറയുന്നത്. ലവ്, മെഡിസിൻ ആൻഡ് മിറാക്കിൾ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ ഒരു ക്യാൻസർ ചികിത്സകൻ, ഓങ്കോളജിസ്റ്റ്, അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ പറയുന്ന ഒരു പുസ്തകമാണ്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, പലതരത്തിലുള്ള ക്യാൻസർ രോഗികളുണ്ട്. ഒരു തരത്തിൽ ഒരു വിഭാഗം ക്യാൻസർ രോഗികൾ പെട്ടെന്ന് മരിച്ചു പോകും. വലിയ ഗൗരവമുള്ള രോഗമൊന്നും അല്ല അവരുടേത്, പക്ഷെ അവർ പെട്ടെന്ന് മരിച്ചു പോകും. എന്നാൽ മറ്റൊരു തരത്തിലുള്ള രോഗികളുണ്ട്, അവര് വളരെ അപകടകരമായ അവസ്ഥയിൽ രോഗം എത്തിയാൽ അവർ മരിച്ചു പോകൂല. ഈ ക്യാപ്പ് രോഗികൾ എന്നാണ് അവരെ കുറിച്ച് അദ്ദേഹം പറയുന്നത്. എക്സെപ്ഷണൽ ക്യാൻസർ പേഷ്യൻസ്. ഇവരെ കുറിച്ച് അദ്ദേഹം പറയുന്നത് അവർ വിശ്വാസികളാണ്, അവർക്കൊരു പ്രതീക്ഷയുണ്ട് എന്നാണ്. മറ്റാളുകൾക്ക് പ്രതീക്ഷയില്ല, അവർ പെട്ടെന്ന് തകർന്നു പോകും. മാനസികമായി തകർന്നു കഴിഞ്ഞാൽ അയാൾക്ക് അധികകാലം ജീവിക്കാൻ കഴിയൂല.
ഇന്നത്തെ രോഗങ്ങളിൽ മിക്ക രോഗങ്ങളും മനസ്സുമായി ബന്ധപ്പെട്ടതാണെന്നാണ് വൈദ്യശാസ്ത്രം പറയുന്നത്. സൈക്കോസൊമാറ്റിക് ആണ്, ശാരീരികവും മാനസികവുമാണ്. പ്രധാനമായും മനോരോഗങ്ങളാണ് കൂടുതൽ. അതുകൊണ്ടാണ് എത്ര ഗുളിക കഴിച്ചിട്ടും ഒരാൾക്ക് രോഗം മാറാത്തത്. വലിയ ടെൻഷനുള്ള ഒരാൾക്ക് ഉറക്കം കിട്ടൂല. അയാൾ ഉറക്കമില്ലാതെ അയാൾക്ക് ഗ്യാസ് വരുന്നു. അയാൾ ഗ്യാസിനുള്ള ഗുളിക കുടിച്ചുകൊണ്ട് അയാളുടെ ഗ്യാസ് മാറുന്നില്ല. അയാൾക്ക് ഉറക്കം കിട്ടാത്തതിന്റെ കാരണമാണ് അന്വേഷിക്കേണ്ടത്. പലതരത്തിലുള്ള കുടുംബ പ്രശ്നങ്ങളാവാം, വ്യക്തിപരമായ മറ്റു പ്രശ്നങ്ങളാവാം, പലതരത്തിലുള്ള ടെൻഷനാണ്. ആ ടെൻഷൻ കൊണ്ട് അയാൾക്ക് ഉറക്കം കിട്ടുന്നില്ല. ഉറക്കം കിട്ടാത്തത് കൊണ്ട് അയാൾക്ക് പല രോഗങ്ങളും ഉണ്ടാകുന്നു. ഈ പല രോഗങ്ങൾക്കുള്ള ഗുളിക കുടിച്ചുകൊണ്ട് ഈ രോഗം മാറുന്നില്ല. അതിന്റെ അടിസ്ഥാനപരമായ കാരണം വേറെയാണ്. ആ മനസ്സുമായി ബന്ധപ്പെട്ടതാണ് എന്നർത്ഥം. അപ്പൊ പ്രതീക്ഷ എന്ന് പറയുന്നത് ഒരു മനുഷ്യന് നടുക്കടലിൽ ഒറ്റപ്പെടുമ്പോഴും ഉണ്ടാകേണ്ടതാണ്. എല്ലാ പ്രതീക്ഷകളും അറ്റുപോയ ഒരു മനുഷ്യന്റെ പ്രതീക്ഷയല്ല അള്ളാഹുവിലുള്ള പ്രതീക്ഷ, മറിച്ച് നമ്മുടെ ഒടുക്കത്തെ അഭയമല്ല പടച്ചവനെ കുറിച്ചുള്ള പ്രതീക്ഷ, പിന്നെ ഒപ്പമുള്ള അഭയമാണ്. എല്ലാം നഷ്ടപ്പെട്ടു കഴിയുമ്പോ ഇനി പടച്ചവനോട് പ്രാർത്ഥിക്കാം എന്ന് പറയണ വിശ്വാസമല്ല. ആ പടച്ചവനോടുള്ള ബന്ധവും പ്രാർത്ഥനയും പ്രതീക്ഷയും ജീവിതത്തിന്റെ ഓരോ സ്പന്ദനങ്ങളിലും സെക്കൻഡിലും നമ്മുടെ കൂടെ ഉണ്ടാവുക എന്നുള്ളതാണ് ഈമാൻ എന്ന് പറയുന്നത്. ഈ ഫാന് കറങ്ങണമെങ്കിൽ ഇവിടെ അല്ല നമ്മൾ സ്വിച്ച് ഇടുക, ഇവിടെ എവിടെയെങ്കിലും വന്നിട്ട് സ്വിച്ച് ഇടുക. ഇവിടെ എവിടെയെങ്കിലും വരുമ്പോ സ്വിച്ച് ഇട്ടുമ്പോഴേക്കും അവിടെ ഫാന് കറങ്ങാനുള്ള കാരണം ആ സ്വിച്ചും ഫാനും തമ്മിലൊരു കണക്ഷൻ വയറുണ്ട് അല്ലേ? ആ കണക്ഷൻ വയർ കേട് വന്നാല് ഫാന് കറങ്ങൂല. ഒരു കുട്ടി വന്നിട്ട് സ്വിച്ച് ഇടുമ്പോ നമ്മൾ എന്താ പറയാ? വയറ് കേടുന്നു എന്നാ പറയാ, ഫാന് കേടുന്നു എന്നാ പറയാ. യഥാർത്ഥത്തിൽ ഫാനിന് വല്ല കേടുണ്ടോ? ഇല്ല, വയറിനാണ് കേട്. അങ്ങനെയാണെങ്കിൽ നമ്മളെയും അള്ളാഹുവിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന, കണക്ട് ചെയ്യുന്ന ഒരു വയറുണ്ട്. അതിന്റെ പേരാണ് ഈമാൻ. ആ ഈമാൻ എങ്ങാനും കേടുവന്ന നമ്മൾ കേടുവരും. നമ്മൾ കേടുവന്ന നമ്മുടെ മനസ്സ് കേടുവരും. ഞാൻ കേടുവരും എന്ന് പറഞ്ഞാൽ നാവ് കേടുവരും, ഞാൻ എന്തും പറയും. എന്റെ കണ്ണ് കേടുവരും, ഞാൻ എന്തും കാണും. എന്റെ മനസ്സ്, എന്റെ ഹൃദയം ഒക്കെ കേടുവന്നതാകുമ്പോ എന്റെ ജീവിതത്തിൽ ഒരു നിയന്ത്രണം ഉണ്ടാവില്ല. ആ കണക്ഷൻ വയർ നന്നാക്കണം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, യഖ്ലുഖുൽ ഈമാനു കമാ യഖ്ലുഖുസ് സൗബ്, വസ്ത്രം കേടുവരുന്നത് പോലെയാണ് ഈമാൻ കേടുവരട്ടോ. അപ്പൊ സ്വഹാബികൾ ചോദിച്ചു, കൈഫ നുജദ്ദിദു ഈമാനനാ യാ റസൂലല്ലാഹ്, എങ്ങനെയാണ് റസൂലെ ഞങ്ങളുടെ ഈമാനെ ഞങ്ങൾ പുതുക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെടുത്ത നല്ലൊരു മാർഗമുണ്ട്. അതെന്താണ്? തുജദ്ദിദു ഈമാനകും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്,